രാവിലെ സുകുമാരൻ സിതാരയെ അടച്ചിട്ടിരുന്ന മുറിയിൽ ചെന്ന് നോക്കി. അയാൾ അമ്പരന്ന് പോയി. സിതാര മുറിക്കുള്ളിൽ ഇല്ലായിരുന്നു. ദേവൻ സർ, സിതാരയെ കാണുന്നില്ല. അയാൾ ദേവന്റെ മുറിയിലേക്ക് ഓടിച്ചെന്നു. ആരെങ്കിലും പുറത്തു നിന്ന് ലോക്ക് എടുക്കാതെ വാതിൽ തുറന്ന് സിതാരയ്ക്ക് രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് അയാൾക്ക് അറിയാമായിരുന്നു. നമ്മുടെ കൂടെയുള്ള ആരോ സിതാരയെ രക്ഷപ്പെടാൻ സഹായിച്ചിട്ടുണ്ട്. ആരാണെങ്കിലും ആ ചെയ്തത് ചെറ്റത്തരമായി പോയി. കൂടുതൽ അപകടങ്ങൾ ക്ഷണിച്ചു വരുത്താനേ അത് സഹായിക്കൂ. ദേവൻ ദേഷ്യപ്പെട്ടു. താഴെ റോഡിൽ അശോകിന്റെ കാർ വന്ന് നിൽക്കുന്നത് ദേവൻ ജനാലയിലൂടെ കണ്ടു. അയാൾ താഴേക്ക് ചെന്നു. അപ്പോ അശോക് മുറിയിലേക്ക് വരികയായിരുന്നു. ദേവൻ സാറേ, രാവിലെ ടൈഗർ വിഷൻ എന്നെ വിളിച്ചിരുന്നു. സുരേന്ദ്രന്റെ ശവം കായൽ തീരത്തെ റോഡിൽ കിടപ്പുണ്ടെന്ന്. രാവിലെ ആ വഴിക്ക് പോയ ഏതോ ലോറിക്കാരനാണ് കണ്ടത്. മൈ ഗോഡ്, ദുരന്തങ്ങൾ നമ്മളെ വിടാതെ പിന്തുടരുകയാണല്ലോ അശോക്. തലയ്ക്ക് കൈവച്ചുകൊണ്ട് ദേവൻ പറഞ്ഞു. സ്റ്റേഷനിലേക്ക് ചെല്ലാൻ ഇൻസ്പെക്ടർ പറഞ്ഞിട്ടുണ്ട്. സാറ് കൂടി എന്റെ ഒപ്പം വരണം. ഇനി ഗോമതിയുടെ ശവം കണ്ടെന്ന് പറഞ്ഞ ആരാണോ വിളിക്കുക? സാറ് പറഞ്ഞപ്പോഴാണ് ഓർത്തത്. ഗോമതി ചേച്ചിയെ കുറിച്ച് ഒരു വിവരവും ഇല്ലേ? ഇല്ല. രാത്രിയിൽ തിരയാൻ പറ്റിയ സ്ഥലങ്ങളിലൊക്കെ അന്വേഷിച്ചു. പക്ഷെ എവിടെയും കണ്ടില്ല. സിതാരയ്ക്ക് എങ്ങനെയുണ്ട്? അവൾ മുറിയിൽ നിന്ന് രക്ഷപ്പെട്ടു. ആരോ തുറന്നു വിട്ടതായിരിക്കും. തലേന്ന് രാത്രി ഉണ്ടായ അനുഭവങ്ങൾ ദേവൻ വിവരിച്ചത് ഞെട്ടലോടെയാണ് അശോക് കേട്ടത്. നമ്മുടെ സിനിമയിലുള്ള സംഭവങ്ങളെക്കാൾ ഭീകര സംഭവങ്ങളാണല്ലോ സാറേ ഇവിടെ അരങ്ങേറുന്നത്. സാറേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. സിനിമയുടെ ലൊക്കേഷൻ ഈ കാട്ടിൽ നിന്നും പട്ടണത്തിലേക്ക് മാറ്റാം. ഇതെന്തോ ശാപം പിടിച്ച സ്ഥലമാണെന്ന് തോന്നുന്നു. സിനിമയുടെ കഥ നടക്കുന്നത് ഇങ്ങനെ ഒരു പശ്ചാത്തലത്തിലല്ലേ? അത് നോക്കിയിരുന്ന നാളെ നമ്മൾ ആരും ജീവനോടെ ഉണ്ടാവില്ല. ഹാഫ് ടൈമിന് ശേഷം കഥ പട്ടണത്തിലേക്ക് മാറട്ടെ. തിരക്കഥയിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഓക്കെ അശോക്, നിങ്ങൾ പറഞ്ഞ കാര്യത്തിനോട് ഞാൻ യോജിക്കുന്നു. നാളെ യൂണിറ്റ് പട്ടണത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. താങ്കൾ ഇന്ന് തന്നെ ഏതെങ്കിലും ഹോട്ടലിൽ വിളിച്ച് മുറി ബുക്ക് ചെയ്യണം. ഏറ്റു സാറേ. അശോകിന്റെ മൊബൈൽ ചിലച്ചു. ഫോൺ എടുത്തു നോക്കി. സേവ്യറിന്റെ കോളാണ്. ഹലോ. അശോക് ഫോൺ കാതോട് ചേർത്തു. ഒരു ബാഡ് ന്യൂസ് ഉണ്ട്. സോളമൻ ഡോക്ടർ അന്തരിച്ചു. ആശുപത്രിയിൽ ചില അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായി. ന്യൂസ് ചാനലുകൾ കണ്ട സംഭവിച്ചതിനെ കുറിച്ച് ഏകദേശം ധാരണ കിട്ടും. ശവസംസ്കാരം ഇന്ന് വൈകുന്നേരം 3 മണിക്ക്. അല്പം തിരക്കിലാണ്, പിന്നെ വിളിക്കാം. ഫോൺ കട്ടായി. ഡോക്ടർ സോളമൻ മരിച്ചു. മൊബൈൽ പോക്കറ്റിലിട്ടുകൊണ്ട് അശോക് പറഞ്ഞു. അതും ഒരു ട്രാജഡി ആയിപ്പോയി. സാറേ, നമുക്ക് പോകാം. ദേവൻ അശോകിനോടൊപ്പം കാറിൽ കയറി. കാർ പോലീസ് സ്റ്റേഷനിലേക്ക് കുതിച്ചു. പോകുന്ന വഴിക്ക് കായലോര റോഡിൽ ആളുകൾ കൂട്ടം കൂടി നിൽക്കുന്നത് അവർ കണ്ടു. സമീപത്തായി ഒരു ആംബുലൻസും പോലീസ് ജീപ്പും ഉണ്ടായിരുന്നു. റോഡരികിലായി അശോക് കാർ നിർത്തി. അപ്പോൾ എഫ്ഐആറിന് ശേഷം സുരേന്ദ്രന്റെ ശവം ആംബുലൻസിലേക്ക് കയറ്റാൻ തുടങ്ങുകയായിരുന്നു. അശോകും ദേവനും ഇറങ്ങിച്ചെല്ലുന്നത് കണ്ട് പോലീസുകാർക്ക് നിർദ്ദേശം കൊടുത്തുകൊണ്ടിരുന്ന സർക്കിൾ ഇൻസ്പെക്ടർ ടൈഗർ വിഷ്ണു അവർക്കരികിലേക്ക് വന്നു. ഞാൻ നിങ്ങളെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു സാർ. സ്റ്റേഷനിലേക്ക് വരാൻ പറഞ്ഞുകൊണ്ട് ഞങ്ങള് അങ്ങോട്ട് വരാൻ തുടങ്ങുകയായിരുന്നു, അശോക് പറഞ്ഞു. സർ, ശരീരം ഞങ്ങൾക്കൊന്ന് കാണാമോ? പിന്നെ എന്താ? ടൈഗർ വിഷ്ണു ഒരു കോൺസ്റ്റബിളിനെ വിളിച്ച് ശവം മൂടിയിട്ടിരിക്കുന്ന തുണി മാറ്റാൻ പറഞ്ഞു. അശോകും ദേവനും ഒന്നേ നോക്കിയുള്ളൂ. ഓഹ്, ടെറിബിൾ. ദേവൻ മന്ത്രിച്ചു. സാർ, ഇതൊരു കൊലപാതകം തന്നെയാണോ? ഷുവർ. ബോഡിയുടെ നെഞ്ചിൽ തുളഞ്ഞു കയറിയ ഒരു ഇരുമ്പ് ലിവറാണ് മരണകാരണമെന്ന് നിസ്സംശയം പറയാം. ബാക്കി എന്തെങ്കിലും അറിയണമെങ്കിൽ പോസ്റ്റ്മോർട്ടം കഴിയണം. സാർ, ഞങ്ങൾ ഇനി സ്റ്റേഷനിലേക്ക് വരണമെന്നുണ്ടോ? വേണമെന്നില്ല. സുരേന്ദ്രന്റെ ബന്ധുക്കളെ വിവരം അറിയിക്കണം. ബോഡി പോസ്റ്റ്മോർട്ടത്തിനായി ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് മാറ്റുകയാണ്. ഓക്കെ സർ, ഞങ്ങൾ വേണ്ടത് ചെയ്തോളാം. ദേവനും അശോകനും കാറ് കയറി. ഇനി എങ്ങോട്ടാണ്? സുരേന്ദ്രന്റെ ബന്ധുക്കളെ വിവരം അറിയിക്കണം. പിന്നെ ടൗണിൽ ചെന്ന് ഹോട്ടൽ റൂം ബുക്ക് ചെയ്യണം. അതിനുശേഷം സോളമന്റെ ശവസംസ്കാരത്തിൽ പങ്കെടുക്കണം. എന്താ? അശോക് ദേവനെ നോക്കി. ദേവൻ എല്ലാത്തിനും സമ്മതമെന്ന മട്ടിൽ തലയിളക്കി. അമ്മയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് യമുന റാണി മുറിയിൽ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് മുറിക്കുള്ളിലേക്ക് സുനിൽ ചന്ദ്രൻ കയറി വന്നത്. തനിച്ചിരുന്ന് ബോറടിച്ചെങ്കിൽ ഒരു കമ്പനി തരാൻ വന്നതാ, അവൻ പറഞ്ഞു. അതിന് മറുപടിയായി അവളുടെ ചുണ്ടിൽ ഒരു വരണ്ട പുഞ്ചിരി വിടർന്നു. അമ്മയെ ഓർത്തിരിക്കുകയാണല്ലേ? യമുന വിഷമിക്കണ്ട, അമ്മയ്ക്ക് ഒരു കുഴപ്പം വരില്ല, അവളെ ആശ്വസിപ്പിക്കാനായി അവൻ പറഞ്ഞു.
ഇന്ന് ഏതായാലും ഷൂട്ടിംഗ് ഇല്ലല്ലോ. യമുനയ്ക്ക് വിരോധമില്ലെങ്കിൽ നമുക്കൊന്ന് നടന്നിട്ട് വരാം. യമുന എണീറ്റ് സുനിലോടൊപ്പം പുറത്തേക്ക് നടന്നു. അവർ നടന്ന് നടന്ന് കായൽക്കരയിലെത്തി. സിത്താരയെ രാത്രി മുറിയിൽ നിന്ന് തുറന്നു വിട്ടത് സുനിലാണല്ലേ? യമുന ചോദിച്ചു. അതെ, പാവം സിത്തു. അവളെ ആ നിലയിൽ കാണാൻ എനിക്ക് പറ്റില്ല. സിത്താര എന്നോട് എല്ലാം പറഞ്ഞിട്ടുണ്ട്. കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് നിങ്ങൾ ഇഷ്ടത്തിലായതും ഈ സിനിമയുടെ വർക്ക് കഴിഞ്ഞ് വിവാഹം കഴിക്കാൻ തീരുമാനിച്ചതുമെല്ലാം. അവൾക്കായിരുന്നു വിവാഹത്തിന് തിടുക്കം. സിനിമാ ഫീൽഡും അടുത്തെന്ന് പലപ്പോഴും എന്നോട് പറയുമായിരുന്നു. ഈ സിനിമയോടുകൂടി അഭിനയം നിർത്തുകയാണെന്ന്. പക്ഷേ സുനിലൊന്ന് നിർത്തി. അവൾ എങ്ങോട്ടാണ് പോയതെന്ന് സുനിലിന് അറിയാമോ? ഇല്ല. രാത്രി ലോക്കെടുത്ത് വാതിൽ തുറന്ന് രക്ഷപ്പെടാൻ പറയാൻ മാത്രമേ എനിക്ക് കഴിഞ്ഞുള്ളൂ. അല്ലെങ്കിൽ രാവിലെ ഏതെങ്കിലും പ്രമാദാശുപത്രിയിൽ അവളെ അഡ്മിറ്റ് ചെയ്തേനെ. അത് കാണാൻ സാധിക്കാത്തത് കൊണ്ട് സുനിൽ കുറച്ചു നേരം മിണ്ടാതിരുന്നു. അവൻ അവളെക്കുറിച്ചുള്ള ഓർമ്മകളിലൂടെ സഞ്ചരിക്കുകയാണെന്ന് യമുന വിചാരിച്ചു. ഒരാഴ്ചയായി നമ്മൾ ഈ കാട്ടിൽ വന്ന് താമസിക്കാൻ തുടങ്ങിയിട്ട്. ഇന്നലെ എൻ്റെ അമ്മ വിളിച്ചിരുന്നു. അച്ഛന് സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണെന്ന്. ഇന്ന് വർക്കില്ലാത്ത സ്ഥിതിക്ക് ഹോസ്പിറ്റലിൽ പോയി അച്ഛനെ കണ്ടാലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. വൈകുന്നേരം ആകുമ്പോഴേക്കും തിരിച്ചു വരാമല്ലോ. സുനിൽ യമുനയെ നോക്കി. ഞാനും വരാം സുനിൽ. എനിക്കിവിടെ മടുത്തു. എങ്ങനെയെങ്കിലും ഷൂട്ടിംഗ് തീർന്നു കിട്ടിയാൽ മതിയായിരുന്നു. എങ്കി വാ, നമുക്ക് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ജയറാമിന്റെ ബൈക്ക് എടുത്തുകൊണ്ട് പോകാം. സുനിലും യമുനയും മുറിയിൽ ചെന്ന് ഡ്രസ്സ് മാറ്റി വിവരം പറഞ്ഞിട്ട് ജയറാമിന്റെ ബൈക്ക് എടുത്തുകൊണ്ട് പുറപ്പെട്ടു. രാവിലെ കായലിൽ നിന്ന് തണുത്ത കാറ്റടിക്കുന്നുണ്ടായിരുന്നു. യമുനയുടെ എണ്ണമയമില്ലാത്ത മുടിയിഴകൾ കാറ്റിൽ പറന്നുകൊണ്ടിരുന്നു. ബൈക്ക് കായലോര റോഡിലൂടെ കുതിക്കുകയായിരുന്നു. സുനിൽ, പതുക്കെ, എനിക്ക് പേടിയാവുന്നു. എങ്കിൽ എന്നെ മുറുകെ പിടിച്ചിരുന്നു. ബൈക്ക് വിജനമായ പ്രദേശത്തെത്തി. മരങ്ങൾക്കിടയിൽ തല ഉയർത്തി നിൽക്കുന്ന പഴയൊരു കെട്ടിടം അവർ കണ്ടു. അതൊരു പള്ളിയല്ലേ സുനിൽ? അതെ. സ്പീഡ് കുറച്ചുകൊണ്ട് അവൻ പറഞ്ഞു. ബൈക്ക് നിർത്ത്, ആ പള്ളിയുടെ മുന്നിൽ ആരോ ഉണ്ട്. യമുന പറഞ്ഞതും സുനിൽ ബൈക്ക് നിർത്തി. തൊപ്പി വെച്ച ഒരാൾ കെട്ടിടത്തിന് പിന്നിലേക്ക് മാറുന്നത് അവർ കണ്ടു. നോക്ക്, അവിടെ ഒരു ട്രക്ക് കിടപ്പുണ്ട്. അപ്പോഴാണ് മരങ്ങൾക്കിടയിൽ കിടക്കുന്ന ട്രക്ക് സുനിൽ കണ്ടത്. നമുക്ക് പോകാം. അവൻ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു. സുനിൽ, പോകാൻ വരട്ടെ. ആൾതാമസമില്ലാത്ത അവിടെ അയാൾക്ക് എന്താണ് കാര്യം? കൊള്ളാം, രാവിലെ അയാൾ 2-ന് പോകാൻ കയറിയായിരിക്കും. തമാശകളെ, അയാളുടെ കയ്യിൽ ഒരു ചാക്ക് കെട്ടുണ്ടായിരുന്നു. നിനക്ക് തോന്നിയതാ. നമുക്ക് പോകാം, നീ വേഗം കയറ്. യമുന പിന്നിൽ കയറിയിരുന്നു. ബൈക്ക് മുന്നോട്ട് നീങ്ങി. അപ്പോൾ വലിയൊരു മരത്തിന് പിറകിൽ നിന്നും പുറത്തു വന്ന തൊപ്പിക്കാരൻ റോഡിലേക്ക് നോക്കി. ബൈക്ക് പാഞ്ഞു പോകുന്നത് അയാൾ കണ്ടു. തൊപ്പിക്കാരൻ വേഗം ട്രക്കിൽ കയറി സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ബൈക്കിന്റെ പിറകെ ട്രക്ക് പായിച്ചു. കുറച്ചു ദൂരം കഴിഞ്ഞതും തിരിഞ്ഞു നോക്കിയ യമുന ഒരു ട്രക്ക് പിന്നാലെ വരുന്നത് കണ്ട് നിലവിളിച്ചു. സുനിൽ, അത് നമ്മൾ കണ്ട ട്രക്കാണ്. വേഗം വിട്, അല്ലെങ്കിൽ അത് നമ്മളെ ഇടിച്ചു തെറിപ്പിക്കും. ഒരു റോക്കറ്റ് പോലെ പാഞ്ഞു വന്ന ട്രക്ക് ബൈക്കിന്റെ പിന്നിൽ ഉരസി കടന്നുപോയി. അപ്പോഴേക്കും സുനിൽ ബൈക്ക് റോഡിൽ നിന്ന് കായൽക്കരയിലേക്ക് ചാടിച്ചു കഴിഞ്ഞിരുന്നു. ഹോ, തലമുടി നാരിഴയ്ക്ക് ജീവൻ തിരിച്ചു കിട്ടി. അല്ലെങ്കിൽ ബൈക്ക് നമ്മൾ കായൽ കിടന്നേനെ. നമ്മൾ അയാളെ ശ്രദ്ധിച്ചുകൊണ്ട് അവിടെ നിന്നത് കണ്ടു കാണും. അതാണ് പിന്നാലെ വന്നത്. അപ്പോ അയാൾക്ക് എന്തോ കള്ളത്തരമുണ്ട്. യമുന പറഞ്ഞു. ശരിയാണ്, നമുക്ക് തിരിച്ചു പോയി നോക്കിയാലോ? വേണം. അവനെ വെറുതെ വിടാൻ പാടില്ല. പോലീസിൽ അറിയിക്കണം. എങ്കിൽ പോയി നോക്കിയിട്ട് തന്നെ കാര്യം. സുനിൽ ബൈക്ക് റോഡിലേക്ക് കയറ്റി തിരിച്ചു നിർത്തി. യമുന പിന്നിൽ കയറിയിരുന്നു. യമുന ട്രക്ക് പോയ വഴിയിലേക്ക് നോക്കി. അതിന്റെ പൊടി പോലും കാണാനില്ലായിരുന്നു. ബൈക്ക് വന്ന വഴിയിലൂടെ കുതിച്ചു പാഞ്ഞു. ഹോട്ടൽ ബ്ലൂസിയുടെ VIP സൂട്ടിലിരുന്ന് മദ്യപിക്കുകയായിരുന്നു അലക്സാണ്ടർ ഫെലിക്സി. പെട്ടെന്ന് മുറിയിലേക്ക് ഒരു മൊട്ടത്തലയും കയറി വന്നു. ജാക്കി, എന്താടാ? സാർ, ഒരു വിവരം കിട്ടിയിട്ടുണ്ട്. എന്ത് വിവരം? ഫെലിക്സി ഒരിറക്ക് മദ്യം അകത്താക്കി. ലോലിത എവിടെ ഉണ്ടെന്ന് നമ്മുടെ ചുണക്കുട്ടന്മാർ കണ്ടെത്തി. ഒരു ഹൗസ് ബോട്ടിനുള്ളിൽ ഒളിച്ചു താമസിക്കുകയാണ് അവൾ. സംരക്ഷകനായി അശോകും ഉണ്ട്. വെരി ഗുഡ്. ഫെലിക്സിയുടെ കണ്ണുകൾ തീ പോലെ ചുവന്നു. വിടില്ല ഞാൻ ആ പട്ടിച്ചിയെ. സൺ ഓഫ് ബ്ലേഡി ബീച്ച്. ഫെലിക്സ് ശക്തിയോടെ മദ്യ ഗ്ലാസ് ടീപ്പോയുടെ പുറത്ത് വെച്ചു. സർ, അവളുടെ പുതിയ മൊബൈൽ നമ്പർ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ജാക്കി പോക്കറ്റിൽ നിന്നും ഒരു നമ്പർ എഴുതിയ കടലാസ് എടുത്ത് ടീപ്പോയുടെ പുറത്ത് വെച്ചു. ജാക്കി, നീ പോയിക്കോ. ചില പദ്ധതികൾ തയ്യാറാക്കാനുണ്ട്.
അത് കഴിഞ്ഞ് ഞാൻ വിളിക്കാം. നമ്മുടെ പിള്ളേരോട് തയ്യാറായിരുന്നോളാം പറ. ഓക്കെ സർ. ജാക്കി പുറത്തിറങ്ങി വാതിൽ ചാരി. ഫെലിക്സി പോക്കറ്റിൽ നിന്നൊരു പേഴ്സ് എടുത്ത് തുറന്നു. അതിൽ നിന്ന് ഒരു ഫോട്ടോ എടുത്ത് ടീപ്പോയുടെ പുറത്ത് വെച്ചു. നായിന്റെ മോളെ, അലക്സാണ്ടർ ഫെലിക്സിയുടെ കണ്ണ് വെട്ടിച്ച് ഒരു മറ്റേ മോളും ഇന്ന് വരെ രക്ഷപ്പെട്ടിട്ടില്ല. പിന്നെയല്ലേ ഒരു പീറ സീരിയൽ നടി. ഫെലിക്സി മൊബൈൽ ഫോൺ എടുത്ത് ജാക്കി കൊടുത്ത നമ്പർ അമർത്തി. അപ്പുറത്ത് എൻഗേജ്ഡ് ടോൺ ആയിരുന്നു. നാശം. അയാൾ പെറുപുറത്തുകൊണ്ട് മൊബൈൽ മേശപ്പുറത്ത് വെച്ചു. അപ്പോൾ ബാത്റൂമിന്റെ വാതിൽ തുറന്ന് അപ്സരസിനെ പോലെ ഒരു സുന്ദരി ഇറങ്ങി വന്നു. ആരാ ഇവിടെ സംസാരിക്കുന്നത് കേട്ടത്? അവൾ മുത്തു പൊഴിയുന്നത് പോലെ ചോദിച്ചു. ജാക്കി, എനിക്ക് വേണ്ടപ്പെട്ട ഒരു വിവരവുമായി വന്നതാ. കൊള്ളാം, ഈ വേഷത്തിൽ നീ കൂടുതൽ സുന്ദരിയാണ്. മാറത്ത് വെച്ച് കിട്ടിയ ഒരു ടർക്കി ടവലായിരുന്നു അവളുടെ വേഷം. ഈ വേഷത്തിൽ ഞാൻ സുന്ദരിയാണെന്ന് ഈ ലോകത്ത് ഒരാൾ മാത്രമേ പറയൂ. അത് ഫെലിക്സി മാത്രമായിരിക്കും. എന്റെ കൂടെ നടന്ന് നീയും തമാശ പറയാൻ പഠിച്ചല്ലേ? ഗ്ലാസ്സിൽ ബാക്കിയുണ്ടായിരുന്ന മദ്യമെടുത്ത് ഒറ്റ മോന്തനകത്താക്കി. ചങ്കും കരളും കരിഞ്ഞു പോകും മോനെ. അവന് പിന്തിരിഞ്ഞു നിന്നുകൊണ്ട് അവൾ തലമുടിയിൽ ടർക്കി ചുറ്റിക്കെട്ടി. എന്താ സ്വപ്നം കണ്ടിരിക്കുകയാണോ? അവൾ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ഐ ലവ് യു ബെറ്റി. അയാൾ അവളെ കെട്ടിപ്പിടിച്ചു. ലോലിത ഹൗസ് ബോട്ടിനുള്ളിൽ TV കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്നാണ് മൊബൈൽ ശബ്ദിച്ചത്. അവൾ നമ്പർ നോക്കി. പരിചയമില്ലാത്തതാണ്. എങ്കിലും കോൾ ബട്ടൺ അമർത്തി. ഹലോ. അവൾ ഫോൺ കാർഡോട് ചേർത്തു. എടി കഴിവുകളുടെ മോളെ, നീ ഈ ലോകത്ത് എവിടെ പോയി ഒളിച്ചാലും ഞാൻ കണ്ടെത്തും. ഓർക്കാപ്പുറത്ത് അത് കേട്ട ലോലിത ഞെട്ടിപ്പോയി. നിങ്ങൾ നിങ്ങൾ ആരാണ്? അവൾ വിറച്ചുപോയി. നിന്റെ അന്തകൻ അലക്സാണ്ടർ ഫെലിക്സി. സുനിൽചന്ദ്രൻ ബൈക്ക് പഴയ പള്ളിക്ക് മുമ്പിലായി റോഡിൽ നിർത്തി. ഇതെന്താ ഇവിടെ നിർത്തിയത്? അതിന്റെ മുറ്റത്തേക്ക് കയറ്റ്. പിന്നിലിരുന്ന യമുന പറഞ്ഞു. അത് വേണോ? സുനിൽ അവളെ നോക്കി. ഇവിടെ വന്ന് നോക്കി നിൽക്കാനല്ലല്ലോ നമ്മൾ തിരിച്ചു വന്നത്. സുനിൽ പുല്ല് പിടിച്ച വഴിയിലൂടെ ബൈക്ക് പള്ളിമുറ്റത്ത് കയറ്റി നിർത്തി. യമുന ചാടി ഇറങ്ങി. സുനിലെ, ബൈക്ക് ആ മരത്തിനപ്പുറത്ത് കൊണ്ടുപോയി വെക്ക്. പെട്ടെന്ന് ആരും നമ്മളെ കാണണ്ട. സുനിൽ വലിയ ഇലവ് മരത്തിന്റെ പറവിൽ ബൈക്ക് നിർത്തിയിട്ട് അവളുടെ അരികിലേക്ക് വന്നു. ഒരുപാട് വർഷത്തെ പഴക്കമുണ്ട് ഇതിന്. കണ്ടില്ലേ ഭിത്തിയൊക്കെ പൊട്ടി അടരാൻ തുടങ്ങിയിരിക്കുന്നത്. ആൾപ്പാർപ്പില്ലാത്ത ഇവിടെ ആ തൊപ്പിക്കാരൻ എന്ത് കാര്യം? സുനിൽ അവളെ നോക്കി. അവൾ ആ കെട്ടിടം നോക്കി കാണുകയായിരുന്നു. യമുന പള്ളിക്ക് പിൻഭാഗത്തേക്ക് നടന്നു. സുനിലെ, വരൂ. അയാൾ ചാക്കുകെട്ടുമായി ഇങ്ങോട്ടാണ് വന്നത്. നമുക്കൊന്ന് നോക്കാം. വേണ്ട യമുനെ, നമുക്ക് പോകാം. അയാൾ ഏതെങ്കിലും കള്ളക്കടത്ത് സംഘത്തിൽ പെട്ടയാളാവും. പെട്ടെന്ന് അയാൾ മടങ്ങി വന്ന അതോടെ നമ്മുടെ കഥ കഴിയും. നീ വാ, സുനിൽ പറഞ്ഞു. 5 മിനിറ്റ്, എന്നിട്ട് പോകാം. അവൾ പരിസരമാകെ നോക്കി. അവിടെ എവിടെയെങ്ങും യാതൊരു പ്രത്യേകതയും ഉള്ളതായി തോന്നിയില്ല. പോകാം. അയാൾ സുനിൽ പറഞ്ഞതുപോലെയുള്ള ആളാണെങ്കിൽ നമ്മൾ ഇവിടെ നിൽക്കുന്നത് അപകടമാണ്. യമുന തിരിഞ്ഞതും പള്ളിക്കുള്ളിൽ നിന്ന് ഒരു നിലവിളി കേട്ടു. ഓർക്കാപ്പുറത്ത് 2 പേര് ഞെട്ടി. സുനിലെ, ഇതിനുള്ളിൽ ആരോ ഉണ്ട്. ഒരു സ്ത്രീയുടെ കരച്ചിൽ പോലെയാണ് തോന്നിയത്. ഉദ്യോഗത്തോടെ യമുന പറഞ്ഞു. കയറി നോക്കാം. അവൾ വാതിലിന് നേരെ ഓടി. യമുനെ, പോകണ്ട. നമുക്കിപ്പോ തന്നെ ആവശ്യത്തിന് പ്രശ്നങ്ങളുണ്ട്. ജീവൻ ഭയന്നാണ് ഓരോ നിമിഷവും തള്ളി നീക്കുന്നത്. ഇനി കൊലപാതകത്തിന് സാക്ഷി പറയാൻ പോലീസ് സ്റ്റേഷനിൽ കൂടി കയറാൻ വയ്യാത്തതുകൊണ്ടാ ഇവിടെ നിൽക്കുന്നത്. ശരിയല്ല. നീ വാ, നമുക്ക് പോകാം. സുനിൽ യമുനയുടെ കയ്യിൽ പിടിച്ചു വലിച്ചു. സുനിലെ, അത് ആരാണെങ്കിലും നമുക്ക് രക്ഷിക്കാൻ സാധിച്ചാലോ? ചിലപ്പോ എന്തെങ്കിലും അപകടം പറ്റിയതാണെങ്കിലോ? യമുന മുന്നോട്ട് കുതിച്ചു കഴിഞ്ഞു. സുനിൽ അവൾക്ക് പിന്നാലെ യാന്ത്രികമായ ചുവടുകൾ വെച്ചു. പള്ളിയുടെ വാതിൽ അടഞ്ഞു കിടക്കുകയായിരുന്നു. യമുന ശക്തിയായി തള്ളിയതും അത് പതുക്കെ തുറന്നു. അവൾ ശ്രദ്ധയോടെ പള്ളിക്കകത്തേക്ക് കയറി. അതിനുള്ളിൽ വെളിച്ചം വളരെ കുറവായിരുന്നു. ഗ്ലാസ് പൊട്ടിയ ജനാലയിലൂടെ അകത്തേക്ക് എത്തി നോക്കുന്ന സൂര്യപ്രകാശത്തിൽ യമുന ചുറ്റുപാടും കണ്ണോടിച്ചു. അതിനുള്ളിൽ ഒരു മനുഷ്യജീവി പോലും ഇല്ലായിരുന്നു. ആരാ? സുനിലും പിന്നാലെ അകത്തേക്ക് കയറി വന്നു. ഇവിടെ എങ്ങും ആരുമില്ല. ഒരിക്കൽ കൂടി ചുറ്റുപാട് നോക്കിക്കൊണ്ട് യമുന പറഞ്ഞു. ചിലപ്പോ അപ്പുറത്തെ കാട്ടിൽ നിന്നായിരിക്കും കരച്ചിൽ കേട്ടത്. പുറത്തു നിന്നുകൊണ്ട് ഇതിനുള്ളിൽ നിന്നാണെന്ന് നമുക്ക് തോന്നിയതാവും. നീ വാ, പോകാം. സുനിൽ അവളുടെ കൈ പിടിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ആരോ വാതിൽക്കിൽ നിന്നും പിൻഭാഗത്തേക്ക് മാറുന്നത് പോലെ അവർക്ക് തോന്നി. സുനിൽ, ഇവിടെ ആരോ നിൽപ്പുണ്ടായിരുന്നു. പേടിയോടെ യമുന പറഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞതാ പോകാമെന്ന്.
എന്നിട്ട് കേട്ടോ, വേഗം വാ, ഇനി ഇവിടെ നിൽക്കുന്നത് ആപത്താ. സുനിൽ യമുനയുടെ കൈ പിടിച്ചുകൊണ്ട് പുറത്തേക്ക് ഓടി. ബൈക്ക് വെച്ചിരുന്ന ഇലവ് മരത്തിനടുത്തെത്തി അവർ ഞെട്ടിപ്പോയി. ബൈക്ക് കാണാനില്ല. മുകളിലേക്ക് നോക്കി യമുന ആ കാഴ്ച കണ്ട് നിലവിളിച്ചു. അവർ വന്ന ബൈക്ക് മരത്തിന് മുകളിൽ ഇരിക്കുന്നു. ആരാണ് നമ്മുടെ ബൈക്ക് ഈ മരത്തിന് മുകളിൽ കയറ്റി വെച്ചത്? ദേഷ്യത്തോടെ യമുന ചുറ്റും നോക്കി. സുനിൽ പേടിയോടെ നിൽക്കുകയായിരുന്നു. വലിയൊരു ഇലവ് മരത്തിന് മുകളിൽ ഈ സമയത്തിനുള്ളിൽ ഒരു ബൈക്ക് കയറ്റി വെച്ചവൻ മനുഷ്യനായിരിക്കില്ല. പെട്ടെന്ന് അവന് ചെന്നായുടെ രൂപമുള്ള സത്യത്തെക്കുറിച്ച് ഓർമ്മ വന്നു. യമുന, വേഗം വരൂ, ബൈക്ക് പിന്നെ ആളെ കൂട്ടി വന്ന് താഴെ ഇറക്കാം. അപ്പൊ നമ്മൾ എങ്ങനെ പോകും സുനിൽ? വഴിയിൽ ഇറങ്ങി നിൽക്കാം, ഏതെങ്കിലും വണ്ടി കിട്ടാതിരിക്കില്ല. സുനിൽ യമുനയെ പിടിച്ചുകൊണ്ട് റോഡിലേക്ക് ഓടി. ദൂരെ നിന്നും ഒരു വാഹനം വരുന്നത് അവർ കണ്ടു. അതിന് കൈ കാണിക്കാം, പട്ടണത്തിലേക്കായിരിക്കും. സുനിൽ റോഡിന്റെ പകുതിയിലേക്ക് കയറി നിന്നു. ആ വാഹനം അടുത്തെത്തിയതും തീ കൊണ്ട് കുത്തിയതുപോലെ അവൾ ഞെട്ടി. സുനിലെ, ഇതാ തൊപ്പിക്കാരന്റെ ട്രക്കാണ്. അവൾ അവനെയും വലിച്ചുകൊണ്ട് റോഡിൽ നിന്നും കാടുകൾക്കിടയിലേക്ക് ചാടി. പിന്നെ മരങ്ങൾക്കിടയിൽ പതുങ്ങിയിരുന്നു. ട്രക്ക് പാഞ്ഞു വന്ന് പള്ളിമുറ്റത്തേക്ക് കയറി നിന്നു. ഒരു ചാക്കുകെട്ടുമായി തൊപ്പിക്കാരൻ ഇറങ്ങി. കണ്ടോ, അയാളുടെ കയ്യിൽ ഇപ്പോഴും ഉണ്ടൊരു ചാക്കുകെട്ട്. യമുന മന്ത്രിച്ചു. അയാൾ അതുമായി പള്ളിയുടെ പിൻഭാഗത്തേക്ക് പോയി. നിമിഷങ്ങൾ കഴിഞ്ഞതും തിരിച്ചു വന്ന ട്രക്കിൽ കയറി. അപ്പോൾ ചാക്കുകെട്ട് കയ്യിലില്ലായിരുന്നു. ട്രക്ക് റോഡിലേക്ക് ഇറങ്ങി നേരത്തെ വന്നതിന്റെ എതിർഭാഗത്തേക്ക് പാഞ്ഞുപോയി. അയാൾ ആ ചാക്കുകെട്ട് എവിടെയാണ് ഒളിപ്പിക്കുന്നത്? എന്താണതിൽ? കള്ളക്കടത്ത് സാധനങ്ങളാണോ? യമുന സുനിലിനെ നോക്കി. എനിക്കറിയില്ല. ബൈക്കില്ലാതെ നമ്മൾ എങ്ങനെ ലൊക്കേഷനിൽ ചെല്ലും? ജയറാമിനോട് എന്ത് സമാധാനം പറയും? സംഭവിച്ചത് എന്താണെന്ന് പറയണം. ഒരു കാര്യം ചെയ്യ് സുനിലെ, ഫോൺ എടുത്ത് യൂണിറ്റിൽ ആരെങ്കിലും വിളിച്ച് ഇങ്ങോട്ടൊരു വണ്ടി അയക്കാൻ പറയും. സുനിൽ പോക്കറ്റിൽ കൈയിട്ടു. പക്ഷെ സെൽഫോൺ കാണാനില്ലായിരുന്നു. ചതിച്ചു യമനെ, എന്റെ മൊബൈൽ കാണുന്നില്ല. പാൻസിന്റെ പോക്കറ്റിൽ തപ്പിക്കൊണ്ട് അവൻ പറഞ്ഞു. നമ്മൾ ഓടുമ്പോ തെറിച്ചു പോയതായിരിക്കും. എങ്കിൽ ഇവിടെ എവിടെയെങ്കിലും കാണും, വരൂ നോക്കാം. അവർ ഇറങ്ങി വന്ന വഴിയിലൂടെ ഫോൺ തിരഞ്ഞുകൊണ്ട് വീണ്ടും പള്ളിമുറ്റത്തേക്ക് ചെന്നു. അവൻ കൊണ്ടുവന്ന ചാക്കുകെട്ട് എവിടെ ഒളിപ്പിച്ചുവെന്ന് കണ്ടുപിടിക്കണം. യമുന പള്ളിയുടെ പിൻഭാഗത്തേക്ക് ചെന്നു. അപ്പോൾ സുനിലിന്റെ മൊബൈൽ ഫോണിന്റെ റിംഗ് ടോൺ അവർ കേട്ടു. സുനിലെ, നിന്റെ ഫോണിന്റെ ശബ്ദമല്ലേ? ഈ ഭാഗത്ത് എവിടെയുണ്ട്, വേഗം വാ, നോക്കാം. ആരോ നിന്നെ വിളിച്ചു നോക്കിയതാണ്. ഫോൺ ഇവിടെ തന്നെയുണ്ട്, തപ്പിയെടുക്കണമെന്ന് മാത്രം. അവർ ചുറ്റുപാട് നോക്കിക്കൊണ്ട് മുന്നോട്ട് നടന്നു. പെട്ടെന്നാണ് സുനിൽ ആ കാഴ്ച കണ്ടത്. ഭൂമിക്കടിയിലേക്ക് കുഴിച്ചിട്ടിരിക്കുന്ന വലിയൊരു പൈപ്പ്. അതിന്റെ മുകൾ ഭാഗം മാത്രമേ മണ്ണിന് മുകളിൽ കാണാനുണ്ടായിരുന്നുള്ളൂ. ഒരു മനുഷ്യന് തടസ്സം കൂടാതെ അതിനുള്ളിലൂടെ ഇറങ്ങിപ്പോകാമായിരുന്നു. ഇവിടെ എന്താ, ജപ്പാൻ കുടിവെള്ളത്തിനിട്ടതാണോ ഈ പൈപ്പ്? അകത്തേക്ക് എത്തി നോക്കിക്കൊണ്ട് യമുന പറഞ്ഞു. അതൊന്നുമല്ല, ഒഴുകി വരുന്ന മഴവെള്ളം ഡ്രെയിനേജിലേക്ക് വീഴാൻ കുഴിച്ചിട്ടതാണെന്ന് തോന്നുന്നു. ഈ കാട്ടിൽ ആര് കുഴിച്ചിടാൻ? പെട്ടെന്ന് ആ പൈപ്പിനുള്ളിൽ നിന്നും ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദം അവർ കേട്ടു. സുനിലെ, നിന്റെ മൊബൈൽ എങ്ങനെയാ ഇതിനുള്ളിൽ വീണത്? എനിക്കറിയില്ല, ഞാനൊന്ന് ഇറങ്ങി നോക്കിയാലോ? അത് വേണോ? എത്ര ആഴമുണ്ടെന്നോ അകത്ത് എന്താണെന്നോ അറിയാതെ ഒരു സാഹസത്തിന് മുതിരണോ? ഫോൺ പുതിയൊരെണ്ണം വാങ്ങാം. എന്റെ ആദ്യ പടത്തിന്റെ പ്രതിഫലം കിട്ടിയപ്പോ വാങ്ങിയതാ. അതിൽ ഒരുപാട് നമ്പറും ഡാറ്റാസും ഉണ്ട്, കളയാൻ പറ്റില്ല. ഞാൻ എന്തായാലും ഇറങ്ങാൻ തീരുമാനിച്ചു. സുനിൽ തുരങ്കം പോലുള്ള പൈപ്പിലേക്ക് ഇറങ്ങി. പുറത്തു നിന്നുകൊണ്ട് യമുന അവന്റെ കൈകളിൽ ബലമായി പിടിച്ചിട്ടുണ്ടായിരുന്നു. ഒന്നും കാണാൻ പറ്റുന്നില്ല, ഇരുട്ടാണ്. അവന്റെ ശബ്ദത്തിന് മുഴക്കമുണ്ടായി. പെട്ടെന്ന് സുനിലിന്റെ കാല് തെറ്റി. അവൻ ബാലൻസ് ശരിയാക്കുന്നതിനിടയിൽ യമുനയുടെ കയ്യിലെ പിടുത്തം വിട്ടുപോയി. അയ്യോ! ഒരു നിലവിളിയോടെ സുനിൽ താഴേക്ക് വീണു. യമുന ആ കാഴ്ച കണ്ട് സ്തംഭിച്ചു നിന്നു. പരുപരുത്ത ഒരു തറയിലേക്കാണ് സുനിൽ വീണത്. അവൻ ചാടി എണീറ്റ് ചുറ്റും നോക്കി. നിലവറ പോലുള്ള ഒരു മുറിയിലാണ് താൻ നിൽക്കുന്നതെന്ന് അവന് മനസ്സിലായി. സുനിൽ, സുനിൽ! ഏതോ ഗഹ്വരത്തിൽ നിന്ന പോലെ യമുനയുടെ ശബ്ദം കേട്ടു. യമുന! അവൻ തിരിച്ചു വിളിച്ചു. സുനിൽ, ആർ യു ഓക്കേ? വീണ്ടും യമുനയുടെ ശബ്ദം. ഓക്കേ, പേടിക്കണ്ട, അവൻ പറഞ്ഞു. മുകളിലുള്ള ഏതൊക്കെയോ ദ്വാരങ്ങളിലൂടെ അകത്തേക്ക് പ്രകാശം പതിക്കുന്നുണ്ടായിരുന്നു. സുനിൽ ആ മുറി ആകെ മൊത്തം വീക്ഷിച്ചു. ഒരു ഭാഗത്ത് കുറെ ചാക്കുകെട്ടുകൾ കൂട്ടിയിട്ടിരിക്കുന്നത് അവൻ കണ്ടു. തൊപ്പിക്കാരൻ ചാക്കുകെട്ട് കൊണ്ടുവന്ന് പൈപ്പിനുള്ളിലൂടെ നിലവറയ്ക്ക് ഇടുന്നതാണെന്ന് അവൻ ഊഹിച്ചു. ആ ചാക്കുകെട്ടുകളിൽ എന്തായിരിക്കും? ഒരെണ്ണം തുറന്നു നോക്കാൻ തന്നെ സുനിൽ തീരുമാനിച്ചു. അതിനു മുമ്പ് തന്റെ മൊബൈൽ ഫോൺ കണ്ടെടുക്കണം.
അവൻ മുറിക്കുള്ളിൽ ചുറ്റുപാട് നോക്കി. തന്റെ മൊബൈൽ കിടക്കുന്നത് കണ്ടു. സുനിൽ ഓടിച്ചെന്ന് മൊബൈൽ എടുത്തു നോക്കി. അത് ഓഫായി പോയിരുന്നു. ബാറ്ററി ചാർജ് തീർന്നതാണെന്ന് മനസ്സിലായി. നിരാശയോടെ ഫോൺ പോക്കറ്റിൽ തിരുകി. അവൻ ചാക്കുകെട്ടുകൾക്ക് സമീപം ചെന്നു. ഏറ്റവും ഒടുവിൽ വലിച്ചെറിഞ്ഞ ചാക്കുകെട്ട് പിടിച്ച് ഉയർത്തി നോക്കി. വല്ലാത്ത ഭാരം. സുനിൽ അതിന്റെ കെട്ടഴിച്ച് വിടർത്തിയിട്ട് അകത്തേക്ക് നോക്കി. അയ്യോ! അവൻ അലറി കരഞ്ഞുപോയി. കണ്ണുകൾ തുറിച്ച് തന്നെ നോക്കുന്ന ഒരു സ്ത്രീയുടെ തല. അടുത്ത നിമിഷം അത് ജീവനില്ലാത്തതാണെന്ന് സുനിലിന് മനസ്സിലായി. അവന്റെ ശരീരം ഒന്നാകെ വിറച്ചു. സുനിൽ, എന്തു പറ്റി? മുകളിൽ നിന്നും യമുനയുടെ ശബ്ദം കേട്ടു. അവന് മിണ്ടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോ ഈ ചാക്കുകെട്ട് നിറച്ച ശവങ്ങളാണോ? ധൈര്യം സംഭരിച്ച് സുനിൽ മറ്റൊരു ചാക്കും കൂടി തുറന്നു നോക്കി. മൈ ഗോഡ്! അവന്റെ ശരീരം പൂക്കല പോലെ വിറച്ചുപോയി. അതിനുള്ളിൽ ഗോമതി ചേച്ചിയുടെ നിർജീവമായ ശവമായിരുന്നു. സ്റ്റെല്ല അന്ന് ഹോസ്പിറ്റലിൽ പോയില്ല. ഹോസ്റ്റലിൽ തന്റെ മുറിയിൽ തനിച്ച് കിടക്കുകയായിരുന്നു അവൾ. ഡോക്ടർ സോളമന്റെ ശവസംസ്കാരത്തിന് ഹോസ്പിറ്റലിലെ മിക്കവാറും ആളുകൾ പോയിരിക്കുകയാണ്. അവൾ അപ്പോൾ ചിന്തിച്ചത് സോളമനെ കുറിച്ചാണ്. സത്യത്തിൽ ഡോക്ടർക്ക് എന്താണ് സംഭവിച്ചത്? ഒരു സഹോദരിയെ പോലുള്ള സ്നേഹമായിരുന്നു തന്നോട്. പക്ഷെ ഒടുവിൽ ഓർത്തപ്പോൾ സ്റ്റെല്ലയ്ക്ക് കരച്ചിൽ വന്നു. പാവം ഡോക്ടർ. അവളുടെ മനസ്സ് മന്ത്രിച്ചു. പെട്ടെന്ന് പുറത്ത് കാറ്റ് വീശുന്നത് പോലെ സ്റ്റെല്ലയ്ക്ക് തോന്നി. ജനാല ഗ്ലാസുകൾ ഭിത്തിയിലിടിച്ച് ശബ്ദമുണ്ടാക്കി. പുറത്ത് ശക്തമായ മഴ പെയ്യാൻ പോവുകയാണെന്ന് അവൾ വിചാരിച്ചു. മേശപ്പുറത്തിരുന്ന ഫ്ലവർ വേസ് മറിഞ്ഞു വീണു. സ്റ്റെല്ല ഞെട്ടലോടെ തല തിരിച്ചു നോക്കി. അപ്പോൾ അവളുടെ ശരീരത്ത് ഭാരമുള്ള എന്തോ അമരുന്നത് പോലെ തോന്നി. അവൾക്ക് ശ്വാസം മുട്ടി. അദൃശ്യമായ ആരുടെയോ നിശ്വാസങ്ങൾ ഉയരുന്നത് പോലെ. സ്റ്റെല്ല പേടിയോടെ വിളിച്ചു ചോദിച്ചു, ആരാ? തന്റെ തോന്നലുകളാണോ? അല്ല, സത്യമാണ്. തന്റെ ദേഹത്ത് ആരോ കയറി കിടപ്പുണ്ട്. പക്ഷേ തനിക്ക് ശരീരം അനക്കാൻ കഴിയുന്നില്ല. ഒരുതരം സ്തംഭനാവസ്ഥയിലായിരുന്നു അവൾ. പെട്ടെന്ന് അവളുടെ നൈറ്റിയുടെ മുന്നിലെ കുടുക്കുകൾ ആരോ അഴിക്കുന്നത് പോലെ വേർപെട്ടുകൊണ്ടിരുന്നു. നൈറ്റി തനിയെ ശരീരത്തിൽ നിന്നും വേർപെട്ടു മാറി. സ്റ്റെല്ല ഉറക്കെ നിലവിളിച്ചു. പക്ഷേ ശബ്ദം പുറത്തേക്ക് വന്നില്ല. ഹോട്ടൽ ബ്ലൂസിയുടെ പാർക്കിംഗ് പ്ലേസിലിരിക്കുന്ന കാറിനരികിലായിരുന്നു അശോകും ദേവനും. ഇപ്പോ മനസ്സിനൊരു സമാധാനം കൈവന്നതുപോലെ തോന്നുന്നു. ഇന്ന് രാത്രി തന്നെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാം. നാളെ ഷൂട്ടിംഗ് പുനരാരംഭിക്കണം. 15 ദിവസം കൊണ്ട് നമുക്ക് ഈ പടം തീർക്കണം. അല്ലെങ്കിൽ ഫിനാൻഷ്യലായിട്ട് എനിക്ക് പല പ്രോബ്ലങ്ങളും ഉണ്ടാവും. ഞാൻ സിനിമാ നിർമ്മാണത്തിന് ഇറങ്ങിയത് എന്റെ ഫാമിലിക്ക് ഒന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല. പ്രത്യേകിച്ച് അച്ഛന്. ലൊക്കേഷനിൽ നടന്ന സംഭവങ്ങളൊക്കെ എങ്ങനെയോ അവരുടെ ചെവിയിൽ എത്തിയിട്ടുണ്ട്, അശോക് പറഞ്ഞു. ഇനി ക്ലൈമാക്സ് അടക്കം 40 സീൻ കൂടിയേ ബാക്കിയുള്ളൂ. 15 ദിവസം കൊണ്ട് അടിച്ചു വിട്ട് തീർക്കാം. ദേവൻ ഒരു സിഗരറ്റ് എടുത്ത് കത്തിച്ചു. നമുക്ക് പോകാം. സോളമന്റെ ശവസംസ്കാരം 3 മണിക്കാണ്. വാച്ചിൽ നോക്കിക്കൊണ്ട് അശോക് പറഞ്ഞു. അയാൾ കാറിനകത്തേക്ക് കയറി. പിന്നാലെ ദേവനും. അശോകിന്റെ പോക്കറ്റിൽ കിടന്ന മൊബൈൽ ചിണുങ്ങി. അയാൾ ഫോൺ എടുത്തു നോക്കി. ലോളിതയാണ്. അശോക്, ആകെ കുഴപ്പമായി. അലക്സാണ്ടർ ഫെലിക്സി എന്നെ കണ്ടുപിടിച്ചു. ഫോൺ നമ്പറും ചോർത്തി. ഇപ്പൊ വിളിച്ചതേ ഉള്ളൂ. അത് കേട്ട് അശോക് സ്തംഭിച്ചിരുന്നു പോയി. അവന്റെ കണ്ണിൽ പെടാതെ അവളെ രക്ഷിക്കാനായിരുന്നു ഹൗസ് ബോട്ടിലെ താമസം. അശോക്, എനിക്ക് ആകെ പേടിയാവുന്നു. അയാൾ ഇവിടെ വന്ന് എന്നെ കൊല്ലാനും മടിക്കില്ല. ഞാൻ ഇനി എന്ത് ചെയ്യും? വിറയ്ക്കുന്ന ശബ്ദത്തിൽ ലോലിത പറഞ്ഞു. നീ ഒരു കാര്യം ചെയ്യ്. റോഡിലിറങ്ങി ഒരു ഓട്ടോ പിടിച്ച് ഹോട്ടൽ ബ്ലൂസിയിലേക്ക് പോരെ. ഞാനും ദേവൻ സാറും അവിടെ ഉണ്ടാവും. 1/2 മണിക്കൂറിനുള്ളിൽ എത്തണം. ഓക്കെ? അശോക് കോൾ കട്ട് ചെയ്തു. അശോക് ഡോർ തുറന്ന് പുറത്തിറങ്ങി. ഒപ്പം ദേവനും. അവർക്ക് തൊട്ടടുത്ത് നിർത്തിയിട്ടിരുന്ന സ്കോർപിയോയുടെ അടുത്തേക്ക് അലക്സാണ്ടർ ഫെലിക്സി നടന്നു വന്നു. അയാൾ മൊബൈലിൽ ആരുമായോ സംസാരിക്കുന്നുണ്ടായിരുന്നു. സ്കോർപിയോയിൽ കയറിയ ഫെലിക്സി അശോകിന്റെയും ദേവന്റെയും അടുത്തുകൂടി റോഡിലേക്ക് ഇറങ്ങി. പെട്ടെന്ന് ഫെലിക്സിയുടെ ഫോൺ ശബ്ദിച്ചു. ഹലോ സർ, പറഞ്ഞ കാര്യം ഓക്കെയാണ്. ഞങ്ങൾ കായൽക്കരയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. സാറിപ്പോ എവിടെയാണ്? ജാക്കി ചോദിച്ചു. ഞാൻ ഓൺ ദ വേ ആണ്. നമ്മുടെ രഹസ്യ സങ്കേതത്തിൽ അവളെ എത്തിക്കുക. ഞാൻ അവിടെ ഉണ്ടാകും. ഓക്കെ സർ. കോൾ കട്ടായി. ഇന്ന് നിന്റെ അന്ത്യമായിടി നോയിന്റെ മോളെ. ഫെലിക്സിയുടെ ചുണ്ടിലേക്ക് ക്രൂരമായ ചിരി പാറി വന്നു. സുനിൽ, യമുനയുടെ ശബ്ദം ദൂരത്തു നിന്നെന്ന പോലെ അവന്റെ ചെവിയിലെത്തി. അവളുടെ വിളിക്ക് മറുപടി പറയാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലായിരുന്നില്ല അവൻ. ഗോമതി ചേച്ചി മരിച്ചെന്ന് വിശ്വസിക്കാനാവുന്നില്ല. ഇനി യമുനയോട് ഇതിങ്ങനെ പറയും. അമ്മ തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിലാണ് അവൾ. എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെട്ടില്ലെങ്കിൽ
തന്റെയും ഗതി ഇതായിരിക്കും. ആ തൊപ്പിക്കാരൻ തിരിച്ചു വരുന്നതിന് മുമ്പ് യമുനയും കുട്ടി സ്ഥലം വിടണം. ആ ചിന്ത ഉണ്ടായതും സുനിൽ നിലവറയിലൂടെ ഓടി. പുറത്തു കിടക്കാനുള്ള വഴി കണ്ടുപിടിച്ചേ മതിയാകൂ. ഓടുന്നതിനിടയിൽ എന്തിലോ തട്ടി മറിഞ്ഞു വീണു. ചാടി എണീറ്റ് നോക്കി. ഒരു സ്ത്രീയുടെ നഗ്നമായ ശവശരീരമായിരുന്നു അത്. അതിന്റെ നെഞ്ചിൻ കൂടെ കുത്തിപ്പിളർന്ന് തുന്നിക്കെട്ടിയതുപോലെ കാഴ്ച കിടക്കുന്ന ഒരു മാംസവരമ്പ്. ആ മുറിയുടെ മൂലയ്ക്ക് കൂട്ടിയിട്ടിരിക്കുന്ന ശവങ്ങൾ കണ്ടതും സുനിൽ സംഭരിച്ചു വെച്ചിരുന്ന ധൈര്യമെല്ലാം ചോർന്നുപോയി. അവൻ ഉറക്കെ നിലവിളിച്ചുകൊണ്ട് മുന്നിൽ കണ്ട വഴികളിലൂടെ ഓടി. പ്രകാശത്തിന്റെ ചേല് കടന്നു വരുന്ന ഒരു ഭാഗത്ത് അവൻ എത്തി. തറയിൽ നിന്ന് മുകളിലേക്ക് സ്റ്റെപ്പുകൾ കണ്ടു. ആശ്വാസത്തോടെ സുനിൽ സ്റ്റെപ്പുകൾ കയറി. ഒരു വാതിലിന്റെ പിന്നിൽ സ്റ്റെപ്പുകൾ തീർന്നു. അവൻ വാതിൽ സർവ്വശക്തിയും സംഭരിച്ച് തള്ളി. കാലപ്പഴക്കം കൊണ്ട് തുരുമ്പിച്ചു പോയ അതിന്റെ വിജാഗിരികൾ പറഞ്ഞ് ഒരു ശബ്ദത്തോടെ വാതിൽപ്പാളിയിൽ ഒന്ന് ഒരാൾക്ക് കടന്നു പോകാൻ പാകത്തിൽ തുറന്നു. സുനിൽ ഒരു ഭ്രാന്തനെ പോലെ അതിലൂടെ തിങ്ങി ഞെരുങ്ങി പുറത്തു കടന്നു. പള്ളിയുടെ ഉൾഭാഗത്താണ് താൻ എത്തിയതെന്ന് അവന് മനസ്സിലായി. ആശ്വാസത്തോടെ അവൻ പുറത്തേക്ക് കുതിച്ചു. സുനിൽ, സുനിൽ! നിലവറയ്ക്കുള്ള തുരങ്കത്തിലേക്ക് കുനിഞ്ഞു നോക്കിക്കൊണ്ട് യമുന വിളിച്ചു. അപ്പോൾ അവൾക്ക് പിറകിലായി ഒരു യുവതി വന്നു നിന്നു. വലിയൊരു മരത്തിന് പിന്നിൽ നിന്നുമാണ് അവൾ യമുനയുടെ അടുത്തേക്ക് വന്നത്. യമുനെ! അവൾ തോളത്ത് തട്ടിക്കൊണ്ട് വിളിച്ചു. യമുന തിരിഞ്ഞു നോക്കി. അവൾക്ക് അമ്പരപ്പടക്കാനായില്ല. അത് സിത്താരയായിരുന്നു. സിത്തു, നീ നീ എങ്ങനെ ഇവിടെ എത്തി? സന്തോഷത്തോടെ യമുന ചോദിച്ചു. ഞാനിപ്പോ എന്റെ യജമാനന്റെ കൂടെയാണ്. അവളുടെ മുഖഭാവം മാറുന്നത് യമുന കണ്ടില്ല. യജമാനോ? ആരാണയാൾ? യമുനയ്ക്ക് ഒന്നും മനസ്സിലായില്ല. സിദ്ധുവിനെ സുനിൽ അടച്ചിട്ട മുറിയിൽ നിന്ന് തുറന്നുവിട്ട ശേഷം എന്താണ് ഉണ്ടായതെന്ന് ആലോചിക്കുകയായിരുന്നു യമുന. പെട്ടെന്ന് സിതാര യമുനയുടെ പിന്നിൽ പിടിച്ച് ആഞ്ഞു തള്ളി. നിലതെറ്റിയ യമുന നിലവറയ്ക്കുള്ളിലൂടെ തുരങ്കത്തിലേക്ക് താഴെ വീണു. അയ്യോ സുനിൽ! ഒരു നിലവിളി അകന്നു പോയി. സിത്താര പൊട്ടിച്ചിരിച്ചു. അപ്പോൾ കടവായിലൂടെ ചെന്നായുടേതുപോലുള്ള രണ്ട് കൂർത്ത പല്ലുകൾ ഇറങ്ങി വന്നു. പള്ളിക്ക് പുറത്തിറങ്ങിയ സുനിൽ യമുന നിന്ന സ്ഥലത്ത് വന്ന് ചുറ്റും നോക്കി. ഇവളിത് എവിടെ പോയി? യമുന, യമുന! അവൻ ഉറക്കെ വിളിച്ചു. സുനിൽ! നിലവറയിൽ നിന്നും യമുനയുടെ കരച്ചിൽ കേട്ട് സുനിൽ ഞെട്ടിപ്പോയി. ഇവൾ എന്തിനു താഴേക്കിറങ്ങി? യമുനയെ എത്രയും പെട്ടെന്ന് രക്ഷിക്കണം. സുനിൽ വീണ്ടും തുരങ്കത്തിലൂടെ താഴേക്ക് ചാടി. യമുനെ! ചാക്കുകൾക്ക് സമീപം നിന്ന യമുന സുനിലിന്റെ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കി. സുനിൽ! അവൾ ഓടി വന്ന് അവനെ കെട്ടിപ്പിടിച്ചു. നീ എന്തിനാ ഇതിനുള്ളിലേക്ക് ഇറങ്ങിയത്? ഞാൻ സിത്താരയെ കണ്ടു. അവളാണ് എന്നെ ഇതിലേക്ക് തള്ളിവിട്ടത്. സുനിൽ അന്താളിച്ചു പോയി. ഇവിടെ അധികം നിന്നാ ശരിയാവില്ല. ഇത് ശവപ്പറമ്പാണ്. വേഗം വാ! അവൻ അവളുടെ കൈ പിടിച്ചുകൊണ്ട് പുറത്തേക്കുള്ള സ്റ്റെപ്പുകൾക്ക് സമീപത്തേക്ക് ഓടി. യമുന അമ്മയുടെ ശവം കാണാതിരിക്കുന്നതാണ് നല്ലതെന്ന് സുനിൽ കരുതി. തൽക്കാലം അവൾ ഒന്നും അറിയണ്ട. ചീഞ്ഞ ശവത്തിന്റെ ഗന്ധം മൂക്കുപൊത്തിക്കൊണ്ട് യമുന പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ ഇതൊരു ശവപ്പറമ്പാണെന്ന്. ധാരാളം ശവങ്ങൾ ഇവിടെ പല ഭാഗത്തും കൂട്ടിയിട്ടിട്ടുണ്ട്. റിയലി? അവൾ അമ്പരന്നു. സത്യമാണ്. നീ പറഞ്ഞ തൊപ്പിക്കാരൻ ഒരു കൊലപാതകിയാണ്. അയാൾ കൊല്ലുന്ന ആളുകളുടെ ശവമാണ് ചാക്കിൽ കെട്ടി ഇവിടെ കൊണ്ടുവന്നിടുന്നത്. സുനിൽ പറഞ്ഞത് യമുനയ്ക്ക് വിശ്വസിക്കാനായില്ല. അവൾ തിരിഞ്ഞു നോക്കി. അപ്പോ ആ ചാക്കുവെട്ടുകളിൽ ശവങ്ങളായിരുന്നു? അതെ. സുനിലും യമുനയും സ്റ്റെപ്പുകൾ കയറി വാതിലിന് മുന്നിലെത്തി. അവർ ഞെട്ടിപ്പോയി. വാതിൽപ്പാളികൾ ഭദ്രമായി ചേർത്തടച്ചിരിക്കുന്നു. വാതിലാരോ അടച്ചല്ലോ. സുനിൽ ആഞ്ഞൊരു ചവിട്ടി കൊടുത്തു. പഴകിയ വാതിൽ ശക്തിയായി കുലുങ്ങി. അവൻ വാശിയോടെ വീണ്ടും വീണ്ടും ചവിട്ടി. ഒടുവിൽ വാതിലിന്റെ ഒരു പാളി പകുതിയോളം തുറന്നു. വേഗം വാ, പുറത്താരോ ഉണ്ട്. അവർ നമ്മുടെ ഓരോ നീക്കവും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഉറപ്പാ അത് അവളാണ്, സിത്താര. അവൾ എങ്ങനെ തൊപ്പിക്കാരന്റെ ആളാകും? അതൊന്നും എനിക്കറിയില്ല. സുനിലും യമുനയും പള്ളിക്കകത്തേക്ക് ഇറങ്ങി. രക്ഷപ്പെട്ടു! ആശ്വാസത്തോടെ അവൾ മന്ത്രിച്ചു. രണ്ടുപേരും പള്ളിയിൽ നിന്ന് പുറത്തു വന്നു. ബൈക്ക് കയറ്റി വെച്ചിരിക്കുന്ന ഇലവ് മരത്തിന്റെ ചുവട്ടിൽ അവരെത്തി. മുകളിലേക്ക് നോക്കിയ സുനിൽ അമ്പരന്നു. നമ്മുടെ ബൈക്ക് കാണാനില്ല. ബൈക്കിനേക്കാൾ വലുത് ജീവനാ. അത് രക്ഷിക്കാൻ നോക്കാം. വേഗം സ്ഥലം വിടാം. ചിലപ്പോ അയാൾ ഉടനെ എത്തും. പുതിയ ഇരയെ തേടി പോയതാവും. നീ വാ, പോകാം. സുനിൽ യമുനയുടെ കൈയും പിടിച്ചുകൊണ്ട് റോഡിലേക്ക് ഇറങ്ങി. പെട്ടെന്ന് അവരുടെ മുന്നിൽ കറുത്ത നിറത്തിലുള്ള ഒരു ജന്തു ചാടി വീണു. സുനിൽ, ഒരു നായ! അവൾ പറഞ്ഞു. അത് പട്ടിയും കുറുക്കനുമൊന്നുമല്ല, ഒരു ചെന്നായാണ്. അവൻ നമ്മളെയാണ് ലക്ഷ്യം പിടിക്കുന്നത്.
അയ്യോ, ഇനി എന്ത് ചെയ്യും? നിനക്ക് ഓടാൻ അറിയാമോ? എങ്കി വിട്ടോ. 1 2 3. സുനിലും യമുനയും കുതിച്ചു പാഞ്ഞു. വികൃതമായ ഒരു ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് ആ ചെന്നായ അവർക്ക് പിന്നാലെ കുതിച്ചു. നിലക്കണ്ണാടിക്ക് മുൻപിൽ നിന്നുകൊണ്ട് ലോലിത ഇട്ടിരുന്ന ഗൗൺ അഴിച്ച് കിടക്കയിലേക്ക് എറിഞ്ഞു. പിന്നെ തുറന്നു വെച്ചിരുന്ന സൂട്ട് കേസിനിൽ നിന്നും നീല കളറിലുള്ള ഒരു ജീൻസും അതിന് ചേരുന്ന ഒരു ബനിയനും എടുത്തണിഞ്ഞു. ഹാൻഡ് ബാഗിൽ നിന്നും ഒരു കൂളിംഗ് ഗ്ലാസ് എടുത്ത് മുഖത്ത് വെച്ചു. ഇതുകൂടി വെച്ചു കഴിഞ്ഞാൽ ഫെലിക്സിക്ക് പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ സാധിക്കില്ല. ഞാനിന്ന് പുറത്തു പോയിട്ട് വരാം, അവൾ ബോട്ട് സൂക്ഷിക്കുന്ന പയ്യനോട് പറഞ്ഞു. ഞാൻ ആഹാരം ഉണ്ടാക്കണോ? വേണ്ട. പിന്നെ ആര് ചോദിച്ചാലും ഞാൻ എവിടെയാണ് പോയതെന്ന് നിനക്കറിയില്ല, മനസ്സിലായോ? ആയി, പയ്യൻ തലയിളക്കിക്കൊണ്ട് പറഞ്ഞു. ലോലിത ബോട്ടിൽ നിന്നിറങ്ങി തെങ്ങിൻ തോപ്പുകൾക്കിടയിലൂടെ മെയിൻ റോഡിലെത്തി. ഓട്ടോ? അവൾ കാലിയായി വന്ന ഒരു ഓട്ടോയ്ക്ക് കയറിപ്പോയി. കായലിന് സമാന്തരമായ റോഡിലൂടെ ഓട്ടോ കുതിച്ചു. അപ്പോൾ അതിവേഗത്തിൽ ഒരു ബൊലീറോ അവരെ കടന്നുപോയി. അതിന്റെ ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്നയാളെ കണ്ട് ലോലിത നടുങ്ങിപ്പോയി. അത് ജാക്കിയായിരുന്നു, ഫെലിക്സിയുടെ ഗുണ്ട. സ്റ്റെല്ല നിലവിളിച്ചുകൊണ്ട് കിടക്കയിൽ കിടന്ന് പുളഞ്ഞു. പക്ഷേ അവളുടെ നിലവിളി അമർത്തിപ്പിടിച്ച ഒരു തേങ്ങൽ പോലെയാണ് പുറത്തേക്ക് വന്നത്. സ്റ്റെല്ലയുടെ മുറിയിലേക്ക് വന്ന കൂട്ടുകാരി ഹേമ കിടക്കയിൽ കിടന്ന് അവൾ പുളയുന്നത് കണ്ട് ഓടി വന്നു. സ്റ്റെല്ല, നിനക്ക് എന്തു പറ്റി? വയറുവേദനയാണോ? എന്തു പറ്റിയിടി നിനക്ക്? ഹേമ അടുത്തു വന്നിരുന്ന് അവളെ കുലുക്കി വിളിച്ചു. തന്നെ ബാധിച്ചിരുന്ന അദൃശ്യ ശക്തി ഒഴിഞ്ഞു പോയ പോലെ അവൾക്ക് തോന്നി. സ്റ്റെല്ല എണീറ്റിരുന്നു. 2 മാറിടങ്ങളിലും നഖം കൊണ്ട് പോറിയതുപോലെ ചോര കിനിയുന്ന പാടുകൾ. അവൾ എണീറ്റ് നിന്നു. വയറിലും തുടകളിലുമുള്ള പാടുകളിലൂടെ ചോര ഒലിക്കുന്നു. നിനക്ക് എന്താ പറ്റിയത്? എനിക്കറിയില്ല, ആരോ എന്നെ റേപ്പ് ചെയ്തു, അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ആര്? മുറിയിലെങ്ങും ആരുമില്ലായിരുന്നല്ലോ. അദൃശ്യനായ ഒരാളായിരുന്നത്. നീ എന്താ പിച്ചും പേയും പറയുക? ഡോക്ടർ സോളമൻ നിന്നെ കയറി പിടിച്ച അന്ന് മുതൽ നിന്റെ മാനസിക നില തെറ്റിയോന്നാ എന്റെ സംശയം. ഹേമേ, ഞാൻ പറഞ്ഞത് സത്യമാ. ഞാൻ നിലവിളിച്ചെങ്കിലും ശബ്ദം പുറത്തേക്ക് വന്നില്ല. അയ്യോ, ചോര! അപ്പോഴാണ് ഹേമ അവളുടെ തുടവഴി രക്തമൊഴുകി നിലത്തേക്ക് വീഴുന്നത് കണ്ടത്. നല്ല ബ്ലീഡിംഗ് ഉണ്ട്. സ്റ്റെല്ല, നീ വേഗം ഡ്രസ്സ് ധരിക്ക്, നമുക്ക് മാഡത്തെ കാണിക്കാം, ഹേമ പരിഭ്രമത്തോടെ പറഞ്ഞു. പെട്ടെന്ന് തന്നെ ഹേമ സ്റ്റെല്ലയെ കൂട്ടിക്കൊണ്ടുവന്ന് ഹോസ്പിറ്റലിലേക്ക് ചെന്നു. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഗൈനക്കോളജിസ്റ്റ് സുമംഗല ദേവിയുടെ മുറിയിലേക്ക് അവർ കയറി. സ്റ്റെല്ല, മോളെ, നിനക്ക് എന്തു പറ്റി? അവൾ കരഞ്ഞതേയുള്ളൂ. ഹോസ്പിറ്റലിൽ മുമ്പുണ്ടായ സംഭവങ്ങളൊക്കെ ഡോക്ടർ അറിഞ്ഞിരുന്നു. ഹേമയാണ് നടന്ന കാര്യങ്ങൾ ഡോക്ടറോട് പറഞ്ഞത്. വരൂ, നോക്കട്ടെ. ഡോക്ടർ അവളെ ടേബിളിൽ കയറ്റി കിടത്തി. പിന്നെ സ്റ്റെത്ത് എടുത്ത് വയറ്റിൽ അമർത്തി. അടുത്ത നിമിഷം അവളുടെ വയറ്റിൽ നിന്നും ചെന്നായ ഓലിയിടുന്നത് പോലെ ഒരു ശബ്ദം കേട്ട് ഡോക്ടർ സുമംഗലാദേവി ഞെട്ടിപ്പോയി. നോവലിന്റെ തുടർന്നുള്ള ഭാഗങ്ങൾ കേൾക്കുവാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് മറ്റു സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് നൽകുക. നന്ദി. വീണ്ടും കാണാം.